Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ചോപ്പറും ജ്വല്ലറി ബോണിയും അവർ രണ്ടുപേരും ആ ജയൻസിന്റെ വലിയ ബുക്ക് അതങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് അതിന്റെ ഉള്ളിലിരുന്നാണ് അത് വായിക്കുന്നത്. കാരണം ആ ബുക്സും ഇപ്പൊ ജയന്റ് ബുക്സായി മാറിയിരിക്കുകയാണ്. ആക്ച്വലി അവരുടെ മുൻ തലമുറയിലുള്ളവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുള്ളവർ അറിയാനായിട്ട് ആ ബുക്കുകളെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ജ്വല്ലറി ബോണി ഒരു മൂങ്ങയെ കാണുക. അത് ശരിക്കും മൂങ്ങയാണോ അതോ മൂങ്ങയുടെ ബൊമ്മയാണോ എന്നവൾ ചോദിക്കും. ചോപ്പറാണെങ്കിൽ അതിനെ സൂക്ഷ്മമായിട്ട് നോക്കും. അത് ശരിക്കും ഒരു മൂങ്ങ തന്നെയാണ്. ഉടനെ ഒരു ജയന്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും അവന്റെ പേര് ബിബ്ലോ എന്നാണ്. അതൊരുപാട് വർഷങ്ങളായി ഈ ലൈബ്രറിയിലുണ്ട്. അതാണ് ഈ ലൈബ്രറിയുടെ ചീഫ് ലൈബ്രറിയൻ. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി അതിനെ തന്നെ നോക്കും. ഇദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ അത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ലൈബ്രറി ബുക്സ് അതങ്ങനെ ജയന്റ് ബുക്കാക്കി മാറ്റുക എന്നതാണ്. വേൾഡ് ഗവൺമെന്റ് ആണെങ്കിൽ എൽബോഫിനെ ഒരു നാടായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂസ് ബേവിന്റെ ആ ഒരു ന്യൂസ് പേപ്പർ അതുപോലും ഇവിടേക്ക് വരാറില്ല. പക്ഷെ മീൻ പിടിക്കാൻ പോകുന്ന അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ആ വേൾഡ് ഗവൺമെന്റിന്റെ പേപ്പർ കിട്ടും. അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ജയന്റ് സൈസിലാക്കി മാറ്റിയതിനു ശേഷമാണ് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അവരെല്ലാവരും മനസ്സിലാക്കുക. ചോപ്പറിനാണെങ്കിൽ അതെല്ലാം കേട്ട് ഒരുപാട് എക്സൈറ്റ്മെന്റ് തോന്നുകയാണ്. ആ സമയം ജ്വല്ലറി ബോണി ആണെങ്കിൽ ഇപ്പോൾ ചോപ്പറിനോട് പറയും ആ ഒരു മൂങ്ങ അത് ഗ്ലോ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ആ പവർ ഉപയോഗിച്ചാണ് അത് ഈ ബുക്കുകളും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം തന്നെ ജയന്റാക്കി മാറ്റുന്നത്. യഥാർത്ഥത്തിൽ പുറത്തുള്ള വസ്തുക്കളെല്ലാം തന്നെ സൈസ് വൈസ് വളരെ ചെറുതാണ്. എൽബോഫിലുള്ളവർക്ക് എല്ലാം വലിയ സൈസിൽ വേണം. അതുകൊണ്ട് തന്നെ ഈ മൂങ്ങ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. ഇവിടെ ജ്വല്ലറി ബോണി ആണെങ്കിൽ ഞാൻ മുകളിലേക്ക് പോയി ബാക്കിയുള്ള ബുക്ക് കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ അവളാണെങ്കിൽ കാല് വഴുതി താഴേക്ക് വീഴും. അടുത്ത നിമിഷം ലിലിത്താണെങ്കിൽ അവൾക്ക് അപകടമൊന്നും സംഭവിക്കാതെ ക്യാച്ച് ചെയ്യും. ഇവിടെ റോബിനാണെങ്കിൽ ആ ബുക്കുകളൊക്കെ കാണുമ്പോൾ പഴയ ചില മെമ്മറീസ് ഒക്കെ റീകോൾ ആവും. അവൾ അങ്ങനെ അതൊക്കെ കണ്ട് ചിരിക്കുമ്പോൾ സോളിനും ഒരുപാട് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നുകയാണ്. ആ സമയത്ത് ചോപ്പർ ആണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും ഇവിടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്സ് ഉണ്ടോ? ഉടനെ ജൈന്റ് സോൾ ആണെങ്കിൽ സത്യത്തിൽ വോഹറ ഐലാൻഡിലുള്ളവര് ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ എൽബോഫിൽ ചില പഴയ മെഡിസിൻ ബുക്സ് ഒക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ചോപ്പറിന് ഒരുപാട് സന്തോഷം. ചോപ്പർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെഡിക്കൽ ബുക്സ് അത് കാണിച്ചു തരാനായിട്ട് പറയും. പക്ഷെ അപ്പോഴായിരിക്കും സോൾ ഒരു കാര്യം പറയാ, വോഹറ ഐലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കുകൾ ആ ബുക്കുകൾ ഈ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയ ചെറിയ സൈസിലേക്കായി മാറും. നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ കഴിയും. പക്ഷെ എൽബോഫിലെ ബുക്കുകളിലെ വലുപ്പം അതെല്ലാം ജയന്റ് സൈസ് തന്നെയാണ്. അത് ചെറുതായി മാറില്ല. അത് കേട്ട് ചോപ്പർ ആണെങ്കിൽ നിരാശപ്പെടുകയാണ്. അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഉസോപ്പിനെയും ആ ജയന്റ് കുട്ടികളെയും കാണിക്കും. ലൂഫി ആണെങ്കിൽ അവരെ എല്ലാവരെയും വലിയൊരു ഊഞ്ഞാലിൽ കയറ്റി അങ്ങനെ ആട്ടി വിടുകയാണ്. ഒരുപാട് ദൂരത്തേക്ക് ഉയരത്തേക്ക് ലൂഫി അങ്ങനെ ആട്ടി വിടും. ആ കുഞ്ഞുങ്ങൾ ഉസോപ്പും ആണെങ്കിൽ നിലവിളിക്കും പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ ഇറക്കി വിട്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എയർ വാക്കൊക്കെ ചെയ്തു വന്ന് വീണ്ടും വീണ്ടും ശക്തമായിട്ട് മുകളിലേക്ക് അങ്ങനെ ആട്ടി വിടുകയാണ് അവരെ. ലൂഫിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കൂടി അല്പം കൂടെ സ്പീഡിൽ ഞാൻ ആട്ടാന്ന് പറഞ്ഞ് അവനവന്റെ സർവ്വശക്തി എടുത്ത് മുകളിലേക്ക് അങ്ങനെ ആട്ടുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ നമ്മുടെ നാമി അവൾ അവിടേക്ക് വന്ന് ഉസോപ്പിന്റെയും അതുപോലെ തന്നെ ലൂഫിയുടെയും തലയ്ക്ക് ആറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യും. നിങ്ങളെപ്പോലെ ആ കുഞ്ഞുങ്ങൾ മുതുക്കന്മാരല്ല, അവർ ചെറിയ മക്കളാണ്, അവർ ഭയന്നു പോയെന്ന് പറയും. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരുടെ ടീച്ചറുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഗേഡിനോട് സങ്കടം പറയും. അവര് ഞങ്ങളെ ഊഞ്ഞാലാട്ടി കൊല്ലാൻ ശ്രമിച്ചു. ഗേഡ് ആണെങ്കിൽ അത് കേട്ട് ചിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ കൺട്രോൾ പോവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഫ്യൂച്ചറിലെ വാരിയേഴ്സ് അല്ലേ? ഇത്രയും ചെറിയൊരു കാര്യത്തിന് തന്നെ നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ ചോദിക്കും. അപ്പോഴായിരിക്കും സാഞ്ചി ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിലൊരു പയ്യനാണെങ്കിൽ സാഞ്ചിയെ നോക്കി കണ്ണിറക്കി കാണിച്ച് അങ്ങനെ നൈസായിട്ട് ചിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. കട്ട് ചെയ്ത ഇപ്പൊ കോലൻ പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് എംബറർ ലൂഫി എന്നുറക്കെ വിളിച്ചുകൊണ്ട് കാട്ടിലൂടെ കടന്നു വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഫ്രാങ്കയെ കണ്ട് അവൻ ഫ്രാങ്കയെ തന്നെ തുറച്ചു നോക്കും. ഫ്രാങ്കെ ആണെങ്കിൽ ജയന്റ് മരങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ മനസ്സിലാക്കും ലൂഫിയുടെ ടീമിലുള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ലൂഫി ഉണ്ടാവും. എംബ്രറിനെ കാണാൻ കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, ഞാൻ പാഴാക്കില്ല എന്ന് അവൻ പറയും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സോറോയെ കാണിക്കും. അവന്റെ അടുത്ത് ഒരുപാട് കുട്ടികളൊക്കെ കളിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്.
അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂഫിയും ഉസോപ്പും അവർ രണ്ടുപേരും ഒരുപാട് വിഷമത്തിലാണ്. എൽബോഫിനെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്ന പിക്ചർ അത് വേറെയായിരുന്നു. എല്ലാവരും വാരിയേഴ്സാണ്, അവരെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കരുത്തന്മാരായിട്ടുള്ള വാരിയേഴ്സിനോടൊപ്പം ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ കരുതിയാണ് അവരവിടേക്ക് വന്നത്. പക്ഷേ എൽബോഫിന്റെ പിക്ചർ അത് നേരെ ഉൾട്ടയായി മാറിയിരിക്കുകയാണ്. അവരിപ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനുമാണ് കൂടുതൽ വില കൊടുക്കുന്നത്. സമാധാനത്തെ നോക്കിയാണ് അവിടെയുള്ളവർ മുൻപോട്ടേക്ക് ജീവിക്കുന്നത്. അടുത്ത നിമിഷം അവരെ രണ്ടുപേരെ ഞെട്ടിച്ചുകൊണ്ട് ആ കോളൻ പയ്യൻ അവനാണെങ്കിൽ ഒരു കമ്പെടുത്തുകൊണ്ട് അവർക്ക് നേരെ ചാടി വരികയാണ്. ഉസോപ്പും ലൂഫിയും ജസ്റ്റ് മിസ്സിനെ അങ്ങനെ അറ്റാക്കിൽ തെന്നിമാറും. ഉസോപ്പ് ആണെങ്കിൽ ഭയന്ന് നിൽക്കുമ്പോൾ ലൂഫി ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, ഞാൻ കരുതിയതുപോലെയല്ല, ഇവരിൽ ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില വാരിയേഴ്സും ഉണ്ട്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് ലൂഫി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഉടനെ ഉസോപ്പ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. കമോൺ വിട്ടുകൊടുക്കാൻ പാടില്ല, നമ്മുടെ പവർ എന്താണെന്ന് അവൻ അറിയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്, എനിക്ക് പേടിയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നിനു പോകണമെന്ന് പറഞ്ഞ് ഉസോപ്പ് ആണെങ്കിൽ ബാക്ക് അടിക്കും. ഇവിടെ നമ്മുടെ പൊടിപ്പയ്യനാണെങ്കിൽ ആ കമ്പെടുത്ത് വീണ്ടും ലൂഫി ആഞ്ഞടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ വെച്ച് ഇപ്പൊ ആ മരക്കെട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. ലൂഫിയുടെ കയ്യിലടിച്ച് ആ മരക്കെട്ട് അങ്ങനെ തകർന്ന് താഴെ വീഴും. ലൂഫി അവന്റെ കൈ അതങ്ങനെ ഹോക്കി പവർ ഉപയോഗിച്ച് 3rd ഫോമിലേക്ക് കൊണ്ടുവന്ന് ആ പയ്യന്റെ തൊട്ട് മുൻപിൽ അങ്ങനെ പഞ്ച് ചെയ്യാണ്. ലൂഫിയുടെ ആ പഞ്ചിന്റെ ഇമ്പാക്റ്റിൽ അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. ഉസോപ്പ് ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ ആ പയ്യന് കൊടുത്തൂടെ, അത് ചെറിയൊരു കുട്ടിയാണ്. ലൂഫി ആണെങ്കിൽ അവനോട് പറയും, അയ്യോ ഇല്ല, ഞാൻ ആ പയ്യനെ പഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ നിലത്താണ് പഞ്ച് ചെയ്തത്. ഉസോപ്പ് ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അവന്റെ ചുറ്റും കാണിച്ചു കൊടുക്കും. ചുറ്റുമുള്ള കുട്ടികളെല്ലാം ആ കാഴ്ച കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ ചെയ്തു തന്നെ വളരെ ഓവറാണ്, ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, അവർ വേഗം ഭയപ്പെടും. അവർ മുൻപ് തന്നെ പറഞ്ഞതല്ലേ അവരിൽ ഇപ്പൊ വാരിയേഴ്സ് വളരെ കുറവാണെന്ന്. ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ സമാധാനത്തെ നോക്കിയാണ് ജീവിക്കുന്നത്, അതൊരു കാരണവശാൽ നീ മറക്കാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ കോളനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ, നീ സ്കൂളിലും വരില്ല, പഠിക്കാനും വരില്ല, ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമാണ് നീ വരുന്നതെന്ന് പറഞ്ഞ് അവർ കോളനോട് ദേഷ്യപ്പെടും. കോളനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കണ്ട് ഒരുപാട് സന്തോഷം തോന്നും. വാവ്, നിങ്ങൾ തന്നെയാണ് റിയൽ എംപറർ, ഞാൻ ഇതുപോലൊരു എംപററിനെയാണ് കാണാൻ ആഗ്രഹിച്ചത്. ചുറ്റുമുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ഇപ്പൊ ആ പയ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെപ്പോലെ മണ്ടന്മാരായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഉള്ളിൽ ഒരു വാരിയർ ഉണ്ട്, ഉറപ്പായാലും ആ വാരിയർ പുറത്തു വരിക തന്നെ ചെയ്യുന്നു പറയും. ആ സമയമായിരിക്കും റിപ്ലി പെണ്ണ് അവിടേക്ക് വരിക. വാവ്, നിന്റെ അറ്റാക്ക് ആ നന്നായിരുന്നു എന്ന് പറയും. ആക്ച്വലി ഈ ഒരു ജയന്റ് ലേഡിയുടെ മകനാണ് ഈ പയ്യൻ. അവനാണെങ്കിൽ അവൻ കൊണ്ടുവന്ന ആ ഫ്രൂട്ട് അവന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഉസോപ്പ് ആണെങ്കിൽ വണ്ടർ അടിച്ച് അവരോട് ചോദിക്കും, നിങ്ങൾ ആ സ്കൂളിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ടീച്ചറല്ലേ, നിങ്ങൾ ഇങ്ങനെയാണോ സ്വന്തം മകനെ വളർത്താൻ ചോദിക്കും. നാമിയാണെങ്കിൽ ലൂഫിയോട് ദേഷ്യപ്പെടും, നീ എവിടെ പോയാലും ഇതുപോലുള്ള ഓരോരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ലൂഫി പറയും, ഞാനല്ല, ആ പയ്യനാണ് തുടങ്ങി വെച്ചത്, ഞാൻ അവസാനിപ്പിച്ചു, അവനോടും അവസാനിപ്പിക്കാനായിട്ട് നീ പറയണം. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ കോളന്റെ ധൈര്യം അതൊരല്പം ഇഷ്ടാവും. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ അവന്റെ അമ്മയോട് സോറി പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അറിവില്ലാതെയാണ് നിങ്ങളുടെ മകനുമായിട്ട് ഫൈറ്റ് ഇട്ടത്. ആ സമയം കോളനാണെങ്കിൽ മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുക്കും. ആക്ച്വലി എന്റെ അമ്മയാണ് ജയന്റ് ലേഡി, എന്റെ അച്ഛൻ ഒരു സാധാരണ ഹ്യൂമൻ ആണെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അദ്ദേഹവും നിങ്ങളെപ്പോലെ പൈററ്റ് വാരിയർ ആണ്. അദ്ദേഹം ഇവിടെ എൽബോഫിലുള്ള ഒരുപാട് പേരുമായിട്ട് ഫൈറ്റൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു ഫൈറ്റിൽ പോലും തോറ്റുപോയിട്ടില്ല. എന്റെ അമ്മയെ കഴിഞ്ഞും യങ്ങായിരുന്നു അദ്ദേഹം, പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അദ്ദേഹത്തിന്റെ പ്രായം കൂടി വന്നു. എന്റെ അമ്മയുടെ പ്രായമാണെങ്കിൽ അങ്ങനെ തന്നെ നിലനിന്നു. സാഞ്ചിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഉസോപ്പ് ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ്. കൂൾ ഡൗൺ, ഇപ്പൊ നിന്റെ വികാരപ്രകടനമൊന്നും ഇവിടെ കാണിക്കണ്ട. ആ സമയം ഇപ്പോ ഹുങ്കാര ശബ്ദങ്ങളൊക്കെ ലൂഫിയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മുടെ ചെക്കന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് വിശക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഗ്രാമത്തിൽ വലിയൊരു വിരുന്ന് തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് പോയാൽ ഇഷ്ടം പോലെ ആഹാരം കിട്ടും. ലൂഫി ആണെങ്കിൽ നമുക്കെന്ന എത്രയും വേഗം ലൈബ്രറിയിലേക്ക് പോയി റോബിനെയും കൂട്ടി വിരുന്ന് കഴിക്കാൻ പോവാന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ലൈബ്രറിയിലേക്ക് കടന്നു വരികയാണ്. അവൾക്കാണെങ്കിൽ ആ ബുക്കുകൾ വായിച്ചിട്ടും സോളിനോട് സംസാരിച്ചിട്ടും മതി വരില്ല. അതുകൊണ്ട് തന്നെ അവൾ, നിങ്ങൾ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഗ്രാമത്തിലേക്ക് പോയിക്കോളൂ, എനിക്ക് അല്പസമയം കൂടെ സോളുമായിട്ട് സംസാരിക്കണം, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ചോപ്പർ പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും റോബിനോടൊപ്പം ഇവിടെ അല്പനേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ലിലിത്തും അത് തന്നെ ഏറ്റുപിടിക്കും. ഞാൻ ഇനി ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, സോ എനിക്കും ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. സോൾ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, വിരുന്ന് മിനിമം 3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും.
സോ ലേറ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ, ഞങ്ങൾ പിന്നാലെ വരാമെന്ന് പറയും. ഫ്രാങ്കി ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ വിളിച്ചു പറയും, ഞാനിവിടെ വലിയൊരു അത്ഭുതം കണ്ടുപിടിച്ചു. അതാണ് ആ ജ്വൽ ട്രീ ആഡം മരം. അത് ഒരു ലെജൻഡറി ട്രീ ആണ്. സത്യത്തിൽ അതിന്റെ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 1000 സണ്ണി കപ്പൽ പോലും നിർമ്മിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരം തന്നെയാണ്. ഇവിടെ ഇനിയും ഒരുപാട് ട്രീസ് ഉണ്ട്, അത് മുഴുവൻ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയും. ലൂഫി ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കിപ്പോ ആഹാരം കിട്ടിയേ പറ്റൂ. അത് കേട്ട് ഗേർഡ് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ഇടാൻ കഴിയുമെന്ന് ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവൾ തയ്ച്ചു വെച്ച ഡ്രസ്സ് അത് ഇടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ ഡ്രസ്സ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അവളാണെങ്കിൽ സന്തോഷത്തോടു കൂടെ അത് നോക്കും. അവളുടെ ഏറ്റവും വലിയ ഹോബിയാണ് ഇതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക എന്നത്. ലൂഫി ആണെങ്കിൽ അവന്റെ വയറൊക്കെ താങ്ങി പിടിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്യും, എനിക്കിനി ഒരടി പോലും നടക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ വിരുന്ന് നടക്കുന്ന ആ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. അത് കേട്ട് എല്ലാവരും ലൂഫിയായിട്ട് അവിടുന്ന് കടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.